അപ്രതീക്ഷിതമായ ഒരു അനിഷ്ട സംഭവത്തിൽ വിനീഷിന് നഷ്ടമായത് 2 കണ്ണുകൾ. ഇനി ഉദാരമതികളുടെ സഹായമുണ്ടാകണം അങ്കമാലി പീച്ചാനിക്കാട് മൂനാട്ട് വീട്ടിൽ സന്തോഷത്തിന്റെ വിളക്കുതെളിയാൻ. 3 മാസം മുമ്പുണ്ടായ ഒരു അനിഷ്ട സംഭവം അങ്കമാലി പീച്ചാനിക്കാട് മൂനാട്ട് കുടുംബത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് വിലങ്ങുതടിയായി. കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്ന 45-കാരൻ വിനീഷ് അന്നു മുതൽ കിടപ്പിലാണ്. ഇടിഞ്ഞു വീഴാറായ വീടിന്റെ ഒരു മുറിയിൽ അർബുദ രോഗിയായ വിനീഷിന്റെ പിതാവ് ശങ്കരൻ, അടുത്ത മുറിയിൽ തലയ്ക്ക് ക്ഷതമേറ്റ് 2 കണ്ണിന്റെയും കാഴ്ച നഷ്ടപ്പെട്ട വിനീഷ്, അച്ഛനെയും മകനെയും പരിചരിക്കാൻ മറ്റു ജോലികൾക്കൊന്നും പോകാനാകാതെ ശങ്കരന്റെ ഭാര്യ തിലോത്തമയും വിനീഷിന്റെ ഭാര്യ ലീനയും. ഇതിനിടയിൽ വീർപ്പുമുട്ടി വിനീഷിന്റെയും ലീനയുടെയും മക്കളായ 2 പെൺകുട്ടികളും. വിനീഷിന്റെ കാഴ്ച നഷ്ടമായ 2 കണ്ണുകൾ വീണ്ടെടുത്താൽ മാത്രമേ ഈ കുടുംബത്തിന് ഇനി മുന്നോട്ടു പോകാൻ കഴിയൂ. ഇതിന് ഉദാരമതികളുടെ സഹായം തേടുകയാണ് വാർഡ് കൗൺസിലറായ ജസ്മി ജിജോയും സഹപ്രവർത്തകരും. ഏവർക്കും നമസ്കാരം. അങ്കമാലി നഗരസഭ പീച്ചാനിക്കാട് മൂനാട്ട് വീട്ടിൽ ശങ്കരൻ മകൻ വിനീഷ് അവിചാരിതമായിട്ടുണ്ടായ ഒരു സംഭവത്തെ തുടർന്ന് തലയ്ക്ക് ഗുരുതരമായ പരിക്ക് പറ്റി. അതോടൊപ്പം തന്നെ 2 കണ്ണിൻ്റെയും കാഴ്ച നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. തുടർന്ന് ചികിത്സയ്ക്കായിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു. അതിനുശേഷം ഇപ്പോൾ വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് മധുര അരവിന്ദ് ഹോസ്പിറ്റലിലേക്ക് നമ്മൾ വിദഗ്ധ ചികിത്സയ്ക്കായി കൊണ്ടുപോകാനായിട്ട് ഒരുങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അച്ഛൻ ശങ്കരൻ ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്. അതോടൊപ്പം ചികിത്സയിലിരിക്കെ അദ്ദേഹം വീട്ടിൽ വെച്ചുണ്ടായ ഒരു അപകടത്തെ തുടർന്ന് കിടപ്പിലാണ്. അമ്മയ്ക്കും വൃദ്ധയായ സ്ത്രീയാണ്, അവർക്ക് വേറെ ജോലികളൊന്നുമില്ല. വിനീഷിൻ്റെ ഭാര്യയാണെങ്കിലും വേറെ ജോലികൾക്കൊന്നും പോകുന്നില്ല. കുട്ടികൾ ഗവൺമെൻറ് പീച്ചാനിക്കാട് സ്കൂളിലെ UP സ്കൂൾ വിദ്യാർത്ഥിനികളാണ്. അവരെ സംബന്ധിച്ച് കുടുംബജീവിതം വളരെ വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയിലാണ്. പ്രത്യേകിച്ച് വിനീഷിൻ്റെ ചികിത്സാ ചെലവുകൾ അവർക്ക് താങ്ങാവുന്നതിനപ്പുറമായിട്ട് മാറിയിരിക്കുകയാണ്. ഈ അവസരത്തിൽ നല്ലവരായ ഒത്തിരിയേറെ പേരുടെ സഹായം ഈ കുടുംബത്തിന് ആവശ്യമുണ്ട്. വിദഗ്ധ ചികിത്സയ്ക്കായിട്ടുള്ള പണം ഉൾപ്പെടെ അവർക്ക് സ്വരൂപിക്കാൻ നിങ്ങൾ ഓരോരുത്തരുടെയും കാരുണ്യം അവർ തേടുകയാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും സന്മനസ് കാണിച്ചുകൊണ്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. വിനീഷിന്റെ ഒരു കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടമായി എന്നാണ് പ്രാഥമികമായ പരിശോധനയിൽ മനസ്സിലാക്കുന്നത്. അടിയന്തരമായി മധുരയിലുള്ള അരവിന്ദ് കണ്ണാശുപത്രിയിൽ വിദഗ്ധ ചികിത്സ തേടിയാൽ ഒരു കണ്ണിന്റെയെങ്കിലും വെളിച്ചം വീണ്ടെടുക്കാനാകുമെന്നാണ് കുടുംബാംഗങ്ങളുടെയും നാട്ടുകാരുടെയും പ്രതീക്ഷ. ചികിത്സയ്ക്കായി വലിയൊരു തുക ആവശ്യമായി വരും. ഇത് കണ്ടെത്താനുള്ള ശ്രമമാണ് നടത്തി വരുന്നതെന്ന് SNDP അങ്കമാലി ശാഖാ സെക്രട്ടറി KK വിജയൻ പറഞ്ഞു. വിനീഷിൻ്റെ ചികിത്സാ സഹായനിധി രൂപീകരിക്കുന്നതിൻ്റെ ഭാഗമായി 1-ാം വാർഡ് കൗൺസിലർ ജസ്മി ജിജോ, മുൻ മുനിസിപ്പൽ ചെയർമാൻ റിജി മാത്യു, 2-ാം വാർഡ് മുനിസിപ്പൽ കൗൺസിലർ PN ജോഷി, ബെന്നി, ജോയി, ധനഞ്ജയൻ, വിനീഷിൻ്റെ ഭാര്യ ലീന അങ്ങനെ ഒരു 11-അംഗ കമ്മിറ്റിക്ക് രൂപം കൊടുക്കുകയും ആ കമ്മിറ്റിയുടെ കൺവീനറായി SNDP യോഗത്തിൻ്റെ അങ്കമാലി ശാഖയുടെ സെക്രട്ടറി KK വിജയനെ കൺവീനറായി തിരഞ്ഞെടുക്കുകയും കേരള ബാങ്കിൽ വിനീഷിൻ്റെ ഭാര്യയുടെയും കൺവീനറുടെ പേരിൽ ഒരു അക്കൗണ്ട് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. കേരള ബാങ്ക് അങ്കമാലി ശാഖയിലാണ് വിനീഷിനായി ചികിത്സാ സഹായ നിധി അക്കൗണ്ട് തുറന്നിരിക്കുന്നത്. സ്ക്രീനിൽ കാണുന്ന അക്കൗണ്ട് നമ്പറിലേക്ക് ഉദാരമതികൾക്ക് തങ്ങളാൽ കഴിയുന്ന സഹായമെത്തിക്കാം. 1 രൂപയെങ്കിൽ 1 രൂപ. വിനീഷിനായി നിങ്ങളുടെ സഹായമെത്തുമ്പോൾ അത് മൂന്നാട്ടു കുടുംബത്തിന് മുന്നോട്ടു പോകാനുള്ള യാത്രയ്ക്ക് ഒരു പ്രചോദനമായേക്കും. അങ്കമാലി നഗരസഭാ കൗൺസിലർമാരായ റെജി മാത്യു, PN ജോഷി, ജസ്മി ജിജോ, SNDP അങ്കമാലി ശാഖാ സെക്രട്ടറി KK വിജയൻ, ചികിത്സാ സഹായ സമിതി അംഗങ്ങളായ ബെന്നി, ധനഞ്ജയൻ, ജോയി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ധനസമാഹരണത്തിനുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നത്.